ആനയുടെ സഞ്ചാരപാത പലയിടത്തും ബ്ലോക്കായിട്ടുണ്ട്. അത് ഹൈക്കോടതിയും നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ശാശ്വത പരിഹാരം വീണ്ടും എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഫെൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നു. ഫെൻസിങ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പോൾ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഇതൊരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോൾ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം. ആ RRTയുടെ പ്രവർത്തനവും സേവനവും കൂടെ ഈ പ്രദേശത്ത് അടിയന്തരമായി ചെയ്യുന്നു. ബാക്കി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് ശാശ്വത പരിഹാരം എന്നുള്ളത് ഒന്നുകൂടെ പരിശോധിക്കാവുന്നതാണ്. ഈ ഹൈക്കോടതി നിയോഗിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, അവരുടെ ശുപാർശകളുണ്ടായിരുന്നു. ആ ശുപാർശ ഇപ്പം വന്നിട്ട് കുറെ നാളായി. അത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമവും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിനുള്ള ശ്രമം ഉണ്ടാകും. ഞാനതൊന്ന് പഠിക്കട്ടെ. ഞാൻ ഇതിപ്പോ ഈ 1 മാസമല്ലേ ആയല്ലോ. ഓരോന്നായിട്ട് എടുത്തിട്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ബ്രീഫായിട്ട് അത് അറിഞ്ഞ പല നിർദ്ദേശങ്ങളുണ്ട്. അത് എത്രത്തോളം സർക്കാരിന് അത് ചെയ്തെടുക്കാൻ ഒക്കും എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബേസിക്കലി ഇതിന്റെ കോറിഡോർ, ഇതിന്റെ സഞ്ചാരപഥം തടസ്സപ്പെട്ടതാണ്. അവിടെ ട്രൈബൽ റീസെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. അതിനുശേഷം സ്വകാര്യ റവന്യൂ ഭൂമിയിൽ തന്നെ നിർമ്മിച്ച ചില വൻകിട സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ സഞ്ചാരപഥത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ ഒക്കും എന്നുള്ളത് ശാസ്ത്രീയമായി പഠിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തർ പറയുന്ന അഭിപ്രായം വെച്ച് ചെയ്യാൻ ഒക്കുന്നതല്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ ഒന്ന് പഠിച്ചിട്ട് വരും ദിവസങ്ങളിൽ നമുക്കൊരു എന്താണെന്ന് ഹൈക്കോടതിയെ തന്നെ അറിയിക്കണമല്ലോ. അന്തിമമായ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഹൈക്കോടതിയെ പ്രായോഗിക വശങ്ങൾ അറിയിക്കുന്നതായിരിക്കും.